മക്കൾ നല്ല അച്ചടക്കവും ഉന്നത നിലവാരവുമുള്ള സ്കൂളിൽ പഠിക്കുക എന്നതാണ് ഏതൊരു രക്ഷിതാവിന്റെയും ആഗ്രഹം. CBSE അഫിലിയേഷനുള്ള ദ മദർ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ ഉന്നത നിലവാരം ഉറപ്പാക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഏറ്റവും പരിചയസമ്പന്നരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം, പാഠ്യേതര വിഷയങ്ങളിൽ എന്നും ഒന്നാമത്, ഏറ്റവും മികച്ച സയൻസ് ലാബ്, കമ്പ്യൂട്ടർ ലാബ്, ഹരിതാഭമായ ക്യാമ്പസ്, CCTV കവറേജ്, സാധാരണക്കാർക്കും താങ്ങാവുന്ന ഫീസ്, ക്യാൻറ്റീൻ സൗകര്യം, സുദൃഢമായ അധ്യാപക രക്ഷകർതൃ ബന്ധം, സ്കൂൾ ബസ് സൗകര്യം, LKG മുതൽ 10 വരെ ക്ലാസുകൾ, ഉന്നത വിജയ ശതമാനം, കാമ്പുള്ള വിദ്യാഭ്യാസത്തിന് കരുതലോടെയുള്ള പഠന രീതികളുമായി ദ മദർ സ്കൂൾ. LKG മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ദ മദർ സ്കൂൾ, വൈപ്പിരിയം, കാങ്കോൽ PO, പയ്യന്നൂർ, കണ്ണൂർ. അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും ഓഫീസ് 04985 217900, 8547 333806 and 95627 86670. കുടുംബശ്രീയുടെ തിരികെ സ്കൂളിലേക്ക് പരിപാടിയിൽ പങ്കെടുക്കാത്ത കുടുംബശ്രീ അംഗങ്ങൾക്ക് വായ്പ നിഷേധിച്ച ചെറുപുഴ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രതിനിധികളായ പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം KD പ്രവീണിന്റെ നേതൃത്വത്തിലാണ് വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ സമരത്തിനിറങ്ങിയത്. കുടുംബശ്രീ സംഘടിപ്പിച്ച തിരികെ സ്കൂളിലേക്ക് എന്ന പരിപാടിയിൽ പങ്കെടുക്കാത്തവരെ പിന്നാക്ക വികസന കോർപ്പറേഷൻ മുഖേന നൽകുന്ന വായ്പയ്ക്ക് പരിഗണിക്കേണ്ടതില്ലെന്ന ചെറുപുഴ പഞ്ചായത്ത് CDSന്റെ തീരുമാനമാണ് കോൺഗ്രസ് പ്രതിനിധികളായ പഞ്ചായത്ത് അംഗങ്ങളുടെ പ്രതിഷേധത്തിനിടയാക്കിയത്. CDSന്റെ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമരം പ്രഖ്യാപിച്ച പഞ്ചായത്ത് അംഗങ്ങളുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചർച്ച നടത്തിയെങ്കിലും കോൺഗ്രസ് പ്രതിനിധികൾ സമരത്തിൽ നിന്നും പിന്മാറിയില്ല. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ ഈ കഴിഞ്ഞ വനിതാ വികസന കോർപ്പറേഷൻ്റെയും പിന്നോക്ക കോർപ്പറേഷൻ്റെയും ലോണുകൾ തിരികെ സ്കൂളിൽ പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ നിരസിക്കുക സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ചെയർപേഴ്സണെയും മെമ്പർ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറാത്ത മുറയ്ക്ക് സമരമുറകളായിട്ട് മുന്നോട്ട് പോകുന്ന നിലപാടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ അവസരത്തിൽ അവർ പറഞ്ഞത് 5-ാം തീയതി മിൻസ് കാണിക്കലും ഉചിതമായിട്ടുള്ളൊരു തീരുമാനം അറിയിക്കാമെന്നാണ് പറഞ്ഞത്. ഇന്നലെ വന്ന് മിൻസ് പരിശോധിക്കുകയും 31/12/2023 പ്രകാരം അനുയോജ്യമായിട്ടുള്ള കാരണങ്ങളില്ലാത്തവരെ തിരികെ സ്കൂളിൽ പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ ലോൺ നിരസിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഇന്ന് പഞ്ചായത്തിന് മുമ്പിൽ ഉപവാസ സമരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ ഈ തിരികെ സ്കൂളിൽ പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ ലോൺ നിഷേധിച്ചത് ആ തീരുമാനം പിൻവലിക്കുന്നത് വരെ തുടർ നടപടികളായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇന്ന് പ്രസിഡന്റുമായിട്ട് നിങ്ങളൊരു ചർച്ച നടത്തിയിരുന്നു. ചർച്ചയുടെ ഫലം എന്തായിരുന്നു? ഇന്ന് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യമാഷുമായിട്ട് ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ഞങ്ങൾ ഈ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബന്ധപ്പെട്ട CDSന്റെ ആൾക്കാരോടാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞത്. അപ്പം മാഷ് അറിഞ്ഞ സാഹചര്യത്തിൽ ഇതിന് ഉചിതമായിട്ടൊരു തീരുമാനം എടുക്കാവുന്നൊരു സാഹചര്യമാണ് അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഉചിതമായിട്ട് തീരുമാനം എന്തും ഇതാകാം. അത് ഈ ഒരു CDS എടുത്ത തീരുമാനത്തിൽ നിന്ന് ഇത് പിൻവലിക്കുകയോ എന്ന് വെച്ചാൽ തിരികെ സ്കൂളിൽ പങ്കെടുക്കാത്തവർക്ക് ലോണ് അനുവദിക്കണം എന്നൊരു അഭിപ്രായമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അപ്പം അതിന് ഉചിതമായിട്ടുള്ളൊരു തീരുമാനം ആണ് എടുക്കുന്നതെങ്കിൽ തിരികെ പങ്കെടുക്കാത്തവരുടെ പേരിലുള്ള തീരുമാനം പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീരുമാനം രേഖപ്പെടുത്തി തരണമെന്നാണ് അറിയിച്ചത്. അപ്പം അതിന് പകരം ഉചിതമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളാം എന്ന രീതിയിൽ തീരുമാനം എടുത്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഉചിതമായിട്ടുള്ള തീരുമാനം ഏത് വിധേനയും ആകാം. അത് ഒരുപക്ഷെ ഇവരെ മറ്റു പരിപാടികൾ പങ്കെടുപ്പിച്ചുകൊണ്ടോ അങ്ങനെ തരത്തിലേക്ക് പോകാം. അപ്പോൾ ലോണിന് മറ്റ് മാനദണ്ഡങ്ങൾ വെക്കും. എന്നിരുന്നാലും ഇതേ രീതി തന്നെയായിട്ടും മുന്നോട്ട് വരുന്നത്. അപ്പം ഈ ഒരു തീരുമാനം തിരികെ സ്കൂളിൽ പങ്കെടുക്കാത്തവരുടെ പേരിൽ ലോണ് നിഷേധിക്കാൻ പാടില്ല, ആ തീരുമാനം പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്നറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തീരുമാനം യോജിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ സമരത്തിലായിട്ട് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിന്റെ മുഴുവൻ പഞ്ചായത്ത് മെമ്പർമാരും ഈ സമരത്തിൽ ഒരുമിച്ച് ചേരുകയാണ്. കോൺഗ്രസിൻ്റെ ഞങ്ങൾ 6 മെമ്പർമാരും ഒരുമിച്ചാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ 6 മെമ്പർമാരും ഈ സമരത്തിൻ്റെ ഉണ്ട്. നാളെ നടക്കുന്ന മീറ്റിങ്ങുകളും അതിലും ഉണ്ടാകും. കോൺഗ്രസിൻ്റെ മെമ്പർമാർ മാത്രമല്ല, ഞങ്ങൾക്ക് പിന്തുണയായിട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആയാലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആയാലും യൂത്ത് കോൺഗ്രസിൻ്റെ ആയാലും സജീവമായിട്ട് ഞങ്ങൾക്കൊപ്പം അവരും കൂടെയുണ്ട്. നമുക്ക് 3 കോടി രൂപ കുടുംബശ്രീക്ക് ലോൺ കൊടുക്കുക, അതായത് ലിങ്കേജ് ലോൺ
JLG ലോൺ കൊടുക്കാൻ വേണ്ടി തീരുമാനം വന്നിട്ടുണ്ട്. അത് CDSന്റെ തീരുമാനപ്രകാരം അവരത് കുടുംബശ്രീ തിരികെ സ്കൂളിലേക്ക് പങ്കെടുത്ത അംഗങ്ങൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നൊരു തീരുമാനമെടുത്തു. അതിനോട് ഞങ്ങൾക്ക് ശക്തമായ വിയോജിപ്പ്. അത് ഞങ്ങൾക്ക് എന്നുദ്ദേശിച്ചാലും കോൺഗ്രസിൻ്റെ മെമ്പർമാർ മാത്രമല്ല, ഞങ്ങളിവിടെ കോൺഗ്രസിൻ്റെ മെമ്പർമാർ പങ്കെടുക്കുന്നുണ്ടെങ്കിലും എല്ലാ വാർഡിലും അത് എല്ലാവർക്കുമായിട്ട് തുല്യമായ ലോൺ ആവശ്യക്കാർക്ക് വീതിച്ചു കൊടുക്കണമെന്നുള്ള ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. പല വാർഡിൽ നിന്നും ഞങ്ങൾക്ക് വിവരം കിട്ടുന്നുണ്ട്, ഞങ്ങളോട് വിളിച്ച് സംസാരിക്കാറുണ്ട്. അത് ലോൺ ആ കുടുംബശ്രീ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് മാത്രമല്ല എല്ലാവർക്കും കിട്ടണം. അത് ഒരു രാഷ്ട്രീയം നോക്കാതെ കൊണ്ട് തന്നെ എല്ലാവരിലേക്കും ആ ലോൺ എത്തണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും തീരുമാനം. അതോടൊപ്പം ഇന്ന് ഞങ്ങൾ രാവിലെ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചപ്പം ഒന്ന് നമുക്ക് പറഞ്ഞു തീർക്കാമെന്നുള്ള ഇതിലേക്ക് വന്നെങ്കിൽ പോലും അതിലേക്ക് നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ തീരുമാനം പ്രകാരം എന്താണെന്ന് വെച്ചാൽ ഇനിയും ഒരു ക്ലാസ്സും കൂടെ നടത്തിയിട്ട് അതിനകത്ത് കൂടെ പങ്കെടുക്കുന്ന ആൾക്കേ ഇത് കൊടുക്കുകയുള്ളൂ എന്ന്, അങ്ങനെ ഒരു തീരുമാനത്തോട് ഞങ്ങൾക്ക് ഒട്ടും യോജിച്ച് പോകാനാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസിന് 6 മെമ്പർമാരും ഇന്നിവിടെ നിരാഹാര സമരം ഇരിക്കാൻ വേണ്ടി തീരുമാനമായത്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന സമരം ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കുടുംബശ്രീ എന്നത് സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകൾക്കും കുടുംബിനികൾക്കുമുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനും കൂട്ടായ്മകൾ രൂപപ്പെടുത്തുന്നതിനുമായി ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനത്തിൽ വിവിധ ഘടകങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന ലോണുകൾ അതിലെ അംഗങ്ങൾക്ക് വീതിച്ച് നൽകുകയും അത് പിന്നീട് തിരിച്ചടക്കുകയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ നല്ല സംവിധാനമായി രൂപപ്പെടുത്തുന്ന കുടുംബശ്രീ പോലുള്ള ഒരു സംവിധാനങ്ങളിൽ ചില പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല എന്ന ഒറ്റ കാരണത്താൽ ചില വിഭാഗം ആളുകൾക്ക് ലോൺ നിഷേധിക്കുകയും അത്തരത്തിലുള്ള ലോണുകൾ കൊടുക്കാൻ പറ്റില്ല എന്ന വിചിത്രമായ വാദം ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്ന ചെറുപുഴ പഞ്ചായത്തിലെ CDSന്റെ ചെയർപേഴ്സണും CDSന്റെ മറ്റ് ആളുകളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തെയും ഈ കുടുംബശ്രീ എന്ന് പറയുന്ന സംവിധാനത്തെയും അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായി ചെയ്യുന്നതായി കാണണം. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ലോൺ എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ട ഒരു സംഭവമല്ലേ. ഒരുപക്ഷെ ഒരു പരിപാടിക്ക് തിരികെ സ്കൂൾ എന്ന പരിപാടിയിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് നൽകിയില്ല എന്നാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ ഏത് ഒരു വിഭാഗത്തിൻ്റെ ആവട്ടെ, ഒരു പ്രസ്ഥാനത്തിൻ്റെ ആവട്ടെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള കാര്യങ്ങൾക്കാവട്ടെ നമ്മൾ ചിലപ്പോൾ ചില മീറ്റിങ്ങുകളിലോ മറ്റൊക്കെ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ വരും. ചിലപ്പോഴൊക്കെ അതിനകത്ത് പങ്കെടുക്കും, ചിലപ്പോൾ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തിൽ പങ്കെടുക്കാത്ത ആളുകളെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു പരിപാടിക്ക് പങ്കെടുത്ത ആളുകൾക്ക് മാത്രമായി ലോൺ ഡിവൈഡ് ചെയ്ത് നൽകുക എന്നൊക്കെ പറയുന്നത് ലോകത്തിൽ ഇന്നുവരെ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. DCC മെമ്പർ എ ബാലകൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ, സലീം തേക്കാട്ടിൽ, TP ശ്രീനിഷ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. എടുത്ത തീരുമാനം പിൻവലിക്കുക. പ്രതിഷേധ സമരം സിന്ദാബാദ്. CDS നിഷേധിച്ച ലോൺ അനുവദിക്കുക. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ നീതി പാലിക്കുക. പ്രതിഷേധ സമരം സിന്ദാബാദ്. The Mother School, വൈപ്പിരിയം കാങ്കോൽ PO, പയ്യന്നൂർ, കണ്ണൂർ. അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും ഓഫീസ് 04985 217900 8547 333806 and 95627 86670.